ഹായ് നമസ്കാരം. വാസ്തുവിദ്യത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഈ അധ്യായത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഡസ്റ്റ് ബിന്നുകളെ കുറിച്ചാണ്. നമ്മുടെ വീട്ടിൽ ഡസ്റ്റ് ബിൻ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഒരുപാട് ഡസ്റ്റ് ബിന്നുകൾ പല സ്ഥലങ്ങളിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പലപ്പോഴും പല ഓഫീസുകളിലായാലും അല്ലെങ്കിൽ വീടുകളിലായാലും ഈ ഡസ്റ്റ് ബിൻ വയ്ക്കുന്ന ഡയറക്ഷനെ കുറിച്ച് യാതൊരുവിധ ബോധവുമില്ലാതെ പല സ്ഥലങ്ങളിലും നമ്മുടെ കൺവീനിയൻസിന് വേണ്ടിയിട്ട് നമ്മൾ ഡസ്റ്റ് ബിൻ കൊണ്ടുവയ്ക്കും. ഡസ്റ്റ് ബിൻ വയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഡസ്റ്റ് ബിൻ നോർത്ത് ഭാഗത്ത് ഒരു കാരണവശാലും ഡസ്റ്റ് ബിൻ വയ്ക്കരുത്. നോർത്ത് ഭാഗത്ത് ഡസ്റ്റ് ബിൻ വച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ യുണീക്ക് ഫ്രീക്വൻസി അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞാൽ നമ്മുടെ ഗ്രോത്തിന് വേണ്ടി ഈ നോർത്ത് ഭാഗം ഏറ്റവും കൂടുതൽ എപ്പോഴും എനർജൈസ് ചെയ്തിരിക്കുന്ന ഒരു മേഖലയാണ് നോർത്ത് ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ ആ നോർത്ത് ഭാഗത്ത് ഡസ്റ്റ്ബിൻ വരികയാണെങ്കിൽ നമ്മൾ എന്തൊക്കെയാണോ അതിന് വേണ്ടി ചെയ്യുന്നത് എല്ലാം ഡിസ്പോസ് ഓഫ് ചെയ്യുന്ന ഒരു അല്ലെങ്കിൽ വാഷ് ഔട്ട് ആവുന്ന രീതിയിലുള്ള ഒരു എഫക്റ്റ് ഉണ്ടാകും. ഇത് വളരെ താൽക്കാലികമായിട്ടൊരു കാര്യമാണ് ഈ ഡസ്റ്റ്ബിൻ. പക്ഷേ എന്നാൽ പോലും അത് എടുത്ത് വയ്ക്കുന്ന പൊസിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കണം. കഴിയുന്ന നമ്മൾ വടക്ക് പടിഞ്ഞാറ് മൂലഭാഗത്തേക്ക് എവിടെയെങ്കിലും അതിനെ മാറ്റി വയ്ക്കുക, കഴിയുന്ന അല്ലെങ്കിൽ വേറെ മറ്റേതെങ്കിലും ഭാഗത്ത് വീടിന് പുറത്തോ എവിടെയെങ്കിലും വയ്ക്കുകയോ ചെയ്യാം. പക്ഷേ വീട്ടിനകത്ത് തന്നെ നിങ്ങൾക്ക് ഡസ്റ്റ്ബിൻ വേണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, ഒരിക്കലും വടക്ക് ഭാഗത്ത് ഡസ്റ്റ്ബിൻ വയ്ക്കാതിരിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ വടക്ക് ഭാഗത്തൊരു ഡസ്റ്റ്ബിൻ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ അത് മാറ്റിക്കോളൂ. നിങ്ങളുടെ മാറ്റം വരുന്നത് കാണാം. അത് വളരെ ലൈവായിട്ട് ഇത് നമ്മൾ പരീക്ഷിച്ച് നോക്കിയിട്ടുള്ളൊരു കാര്യമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോർത്ത് ഭാഗത്ത് ഒരു കാരണവശാലും ഡസ്റ്റ്ബിൻ ഉണ്ടാവരുത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു നല്ല വീഡിയോ നിങ്ങളുടെ മുന്നിൽ എത്തുന്നവരെ നന്ദി, നമസ്കാരം.